സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ശരിക്കും എന്താ പണി? ഞാനൊരു ഗവൺമെന്റ് എംപ്ലോയിയാ വിജയ്. ആണോ? അപ്പോ കൈക്കൂലിയൊക്കെ നല്ലോണം വാങ്ങാനുണ്ടല്ലേ? അല്ല, 7-8 വീടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞോണ്ട് ചോദിച്ചാ. ശമ്പളം കൊണ്ട് പറ്റില്ലല്ലോ. ഭാമയുടെ വല്യച്ഛന് തെറ്റിദ്ധാരണ വേണ്ട. ഇവിടെ അർഹതപ്പെടാത്ത ഒരു കാശും ആരും സമ്പാദിക്കാറില്ല. പിന്നെ ഈ കാണുന്നതൊക്കെ ഞങ്ങളുടെ രണ്ടുപേരുടെയും പാരമ്പര്യ സ്വത്തുക്കളാണ്. അല്ലാതെ പെട്ടെന്നൊരു മഴയത്ത് പൊട്ടിമുളച്ചതല്ല. ഞാനൊരു തമാശ പറഞ്ഞല്ലേ, നിങ്ങളത് കാര്യമായിട്ടെടുത്തോ? പക്ഷേ അമ്പ പറഞ്ഞത് തമാശയല്ല, സത്യം തന്നെയാ വിജയ്. വല്യച്ഛ, ഫിൽറ്റർ കോഫി ചൂടാവും മുന്നേ കുടിച്ചോ. തണുത്ത പിന്നെ കൊള്ളില്ല. അതെ, നിങ്ങളുടെ വായടപ്പിക്കാൻ വേണ്ടിയാ കോഫി കുടിക്കാൻ പറഞ്ഞത്. എനിക്കത് മനസ്സിലായി ജാനകി. ഇനിയിപ്പോ നിനക്ക് ചോദിക്കാനുള്ള ചോദിക്കും. അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ വന്ന കാര്യമൊന്നും പറഞ്ഞില്ല. പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അന്ന് പറഞ്ഞു. പക്ഷേ ചെറുക്കൻ എന്തൊക്കെയുണ്ടെന്നൊന്നും അന്ന് ചോദിക്കാൻ പറ്റിയില്ല. വേണ്ട വേണ്ടെന്ന് വെക്കും തോറും കൂടുതൽ കുഴപ്പങ്ങളാണല്ലോ ഈശ്വരവരുണ്ടാക്കുന്നത്. അല്ല, ജാനകി ചോദിച്ചതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. താലിയായിട്ടും മാലയായിട്ടും മുറപ്പടി എല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതല്ല, അബിയുടെ കാര്യമാണ് ചോദിച്ചത്. വല്യച്ഛ, ആന്റിയുടെ മകനല്ലേ കല്യാണം നടക്കുന്നത്. അവരിഷ്ടമുള്ളത് ചെയ്തോളൂ. ഇതിന്റെയൊക്കെ കണക്ക് ചോദിക്കുന്നത് അല്പത്തര വല്യച്ഛ. നമ്മളിപ്പോ വന്നത് കൊടുക്കൽ വാങ്ങൽ സംസാരിക്കാനല്ല, വെറുതെ ഒരു സന്ദർശനം. ഇവിടെ എന്തിനാ വല്യച്ഛ ആവശ്യമില്ലാത്ത വിഷയങ്ങളൊക്കെ എടുത്തിടുന്നത്? നോക്കൂ മിസ്റ്റർ വിജയ്, ഈ കാര്യത്തിലൊന്നും നിങ്ങൾക്കൊരു ടെൻഷനും വേണ്ട. ഞങ്ങൾക്കിവിടെ 2 മക്കളേ ഉള്ളൂ. അവർക്ക് കൊടുക്കുന്നതിന്റെ കണക്ക് കേൾക്കാൻ നിന്നാ ചിലപ്പോ ഇന്നൊന്നും വിജയ്ക്ക് പോകാൻ പറ്റില്ല. അതൊക്കെ ആലോചിച്ച് പറയാൻ കുറച്ച് സമയം വേണ്ടി വരും. പിന്നെ ഞാൻ ചില കാര്യങ്ങൾ ഭാവനയോട് പറഞ്ഞിട്ടുണ്ട്. ഭാവന അത് ചെയ്യുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കേട്ടോ, അതായത് നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. എങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാം. ഞങ്ങള് കഴിക്കുന്നില്ല. അതെന്തു പറ്റി? സത്യം പറഞ്ഞാ ഞാൻ പുറത്തുനിന്ന് അങ്ങനെ ഒന്നും കഴിക്കാറില്ല. പിന്നെ ഞാൻ കഴിച്ചില്ലെങ്കിൽ ഇവളും കഴിക്കില്ല. അതുകൊണ്ടാ. അതിനിത് അന്യ വീടല്ലല്ലോ, ബന്ധുവീടല്ലേ. നിശ്ചയം പോലും നടക്കാതെ എങ്ങനെ ബന്ധുവീടാവുന്നത്? എന്നാ ശരി, ഞങ്ങൾ ഇറങ്ങാം. വലിയമ്മ എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. നിനക്ക് വേണമെങ്കിൽ കഴിച്ചിട്ട് പോവാ, ഞങ്ങള് പോവാ. നടക്ക്. അല്ല ഏട്ടാ, എന്താ ഭാവന വല്യച്ഛനിങ്ങനെ? അവരൊക്കെ എങ്ങനെ ആന്റി? നമുക്ക് എല്ലാരും തൃപ്തിപ്പെടുത്താൻ പറ്റില്ലല്ലോ. അത് മോള് പറഞ്ഞത് ശരിയാ. നിങ്ങൾ വാ, നടക്ക്. വാ. ബാജി, വലിയച്ഛനും വല്യമ്മയും പോകാൻ പാടില്ല. ഞാൻ പോയി വിളിച്ചാലോ? ഞാൻ ഇങ്ങോട്ട് വരാനേ പാടില്ലായിരുന്നു. വന്നതുകൊണ്ടല്ലേ ജാനകി ഇവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് അറിയാൻ പറ്റിയത്. ഈ കല്യാണം നടന്നാൽ പിന്നെ ഭാമ കോടീശ്വരിയാ. പക്ഷെ കൈവിട്ടു പോയില്ലേ. ഇതെങ്ങനെ ഒപ്പിച്ചെടുത്തുന്ന ഒരു പിടിയും കിട്ടാത്തത്. നിശ്ചയം പോലും കഴിഞ്ഞിട്ടില്ല. ഓ, അതിനു മുമ്പ് ബന്ധുക്കാരായി, സ്വന്തക്കാരായി, കളിയായി, ചിരിയായി.
ഇതെല്ലാം കൂടെ കണ്ടിട്ട് എനിക്ക് തരിച്ചു കയറുക. ആ അംബാലിക മഹാറാണിക്കാണെങ്കിൽ ഒടുക്കത്തെ ജാട. ആ ഞങ്ങൾക്ക് 7 വീടുണ്ടത്രേ, അതിനിപ്പോ ഞാനെന്ത് വേണം? നീ ഒന്ന് സമാധാനപ്പെടുക ജാനകി. ഇനി സമയമുണ്ടല്ലോ. എന്തെങ്കിലും ഒരു വഴി മുന്നിൽ തെളിയാതിരിക്കില്ല. വെളിച്ച ലവം വരുന്നു. നന്നായിട്ടൊന്ന് മെരുക്കാൻ നോക്ക്. വെളിച്ച വല്യമ്മേ വാ എന്തെങ്കിലും കഴിച്ചിട്ട് വാ. വേണ്ട സേതു, ആ ഭാവനയുടെ നെഞ്ചിലെ കല്ലിറങ്ങട്ടെ. ഞങ്ങൾക്കിത് വേണം. അതിന് അവളെന്താ പറഞ്ഞ? ആ, കണ്ടോ പാപ്പേട്ട, ഇവനും അവളുടെ ഭാഗത്താ. അവൾ എന്തു പറഞ്ഞു? വീട് ജാനകി, നമ്മൾ ഒരിക്കലും വരാൻ പാടില്ലായിരുന്നു. ആ വെറുതെ അബിയുടെ വീട്ടുകാരെ കൂടി ബുദ്ധിമുട്ടിച്ചു. വെളിച്ച നിങ്ങൾ വന്നതിന് എന്താ കുഴപ്പം? അതിനിവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. സംഭവിച്ചില്ലേ? ഭാവന നിന്റെ വല്യച്ഛന്റെ മുഖത്ത് നോക്കിയല്ലേ അല്പൻ എന്ന് വിളിച്ചത്. അതെപ്പോ പറഞ്ഞു വല്യമ്മേ? എടാ മണ്ട, ചെറുക്കിന് എന്തൊക്കെ കൊടുക്കുമെന്ന് ചോദിച്ചപ്പോ ഭാവന പറഞ്ഞു കേട്ടില്ലേ, അല്പന്മാരാണ് അതൊക്കെ ചോദിക്കുന്നതെന്ന്. അപ്പൊ ഞാനല്ലേ ആ പറഞ്ഞ അല്പൻ? അത് ഞാൻ ശ്രദ്ധിച്ചില്ല വെളിച്ച. അവക്ക് അത്രയ്ക്ക് ധൈര്യോ? അതും വെളിച്ചിന്റെ മുഖത്ത് നോക്കി പറയാം. ഇതൊക്കെ വീട്ടിൽ വെച്ചായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും വിഷമം വരില്ലായിരുന്നു. ഇതിപ്പോ അന്യ വീട്ടിൽ വെച്ചും, അതും സ്വന്തം അനുജന്റെ മക്കളുടെ വായിന്ന് തന്നെ കേട്ടില്ലേ അല്പനെന്ന്. ശരിക്കും പപ്പേട്ടനല്ല അല്പൻ, ഭാവനയും കുടുംബവും തന്നെയാ. അവളല്ലേ സഹോദരിക്ക് ഒരു കോടീശ്വരനെ കിട്ടിയപ്പം എല്ലാം മറന്നത്. എപ്പോഴും പറയും പോലെയല്ല, ഇവിടെ വെച്ച് നിർത്തിക്കോണം. മതി ഇനി ഓരോരുത്തരുടെ വായിന്ന് കേട്ടത്. വലിയമേ, വെള്ളിച്ചനെ വിളിച്ചോണ്ട് വാ, നമുക്ക് പോയി എന്തെങ്കിലും കഴിക്കാം. നീ പോയി കഴിച്ചോ, ഞങ്ങൾക്ക് ആരുടെ സൽക്കാരം വേണ്ട. മതി, ഇന്നത്തോടെ ഗായത്രിയും കുടുംബവുമായിട്ട് ഒരു ബന്ധവും വേണ്ട. വെല്ലിമ അങ്ങനൊന്നും പറയല്ലേ. വെല്ലിമയും വെല്ലിച്ചനും ഇല്ലാതെ എന്റെ കുടുംബത്തിൽ ഒരു മംഗളാര്യം നടക്കില്ല. നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിന്റെ നാവിന് ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് നിനക്ക് എന്തും പറയാം. പക്ഷെ തീരുമാനിക്കുന്നത് നീയല്ലല്ലോ. ജാനകി, നീ വെറുതെ സേതുവിനെ വിഷമിപ്പിക്കരുത്. ആ വീട്ടിൽ ആകെ മനുഷ്യപ്പെട്ടുള്ള ഒരുത്തനെ ഇവൻ. സേതു, ഞങ്ങളെ വിട്. പക്ഷേ നീ ആ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പാടില്ല. മാറി നിന്നാലാ കുഴപ്പം. നിനക്കറിയോ, ഞങ്ങൾ രണ്ടാളും ഒന്നും കഴിക്കാതെ വന്നത്. ഒരു ബന്ധം തുടങ്ങാൻ പോകുന്ന വീടല്ലേ, ഇവിടുന്ന് കഴിക്കാമെന്ന് വെച്ചു. പക്ഷേ വേണ്ട, ഇനി അവൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവരൊക്കെ സന്തോഷിക്കട്ടെ. വെളിച്ച, ഇതിങ്ങനെ വിട്ടാ പറ്റത്തില്ല. വെളിച്ചനും വെല്ലുമയും മാറി നിന്നാൽ ശരിയാവത്തില്ല. ഇല്ല സേതു, മാറി നിൽക്കാനിടത്ത് മാറി നിൽക്കണം. ഇല്ലെങ്കിൽ നമ്മൾ അവിടെ അധികപ്പറ്റാവും. ഇനി നിശ്ചയം നടന്നാലും കല്യാണം നടന്നാലും ഞങ്ങളില്ല. വാ ജാനകി. വെള്ളിച്ച, വെല്ലുമേ കഴിച്ചിട്ട് പോവാം, പോവല്ലേ. വെള്ളിച്ച, വെല്ലുമേ. വന്നല്ലോ. നീ എന്താടാ ഞങ്ങളെയും കൂടെ നാണം കെടുത്താനാണ് അബിയുടെ വീട്ടിലേക്ക് വന്നത്? ഓഹോ, ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ വന്നതാണെന്ന് മനസ്സിലായപ്പോ ഇങ്ങോട്ട് ചോദിക്കുന്നു. എന്താ നിനക്കെന്താ ചോദിക്കാനുള്ളത്? ആദ്യം ഞാനെന്താ നാണം കെടുത്തിയെന്ന് അമ്മ പറ. ഏട്ടൻ എന്താ അവിടെ വന്നിട്ട് ആഹാരം കഴിക്കാതെ പോയത്? പിന്നെ നീ എന്തിനാ അങ്ങോട്ട് വരാൻ പോയത്? എന്താ? അല്ലെങ്കിൽ പോവാണെങ്കിൽ നിനക്ക് പറഞ്ഞിട്ട് പോയിക്കൂടെ?
അതെങ്ങനെയാമ്മേ? വല്യച്ഛന്റെ കൂടെ വന്നു, അവരോടൊപ്പം പോയി. നമ്മളെക്കാളും വലുതിപ്പോ അവരാണല്ലോ. അതെ, എനിക്ക് അവര് വലുത് തന്നെയാ. എന്നെ അവര് കാണുന്ന പോലെ തന്നെ ഞാൻ അവരെയും കാണുന്നത്. അതിന് അവര് പുറത്തുനിന്നൊന്നും കഴിക്കില്ല എന്ന് പറഞ്ഞിട്ടല്ലേ പോയത്. അന്നേരം നീയോ? നീ ഈ വീട്ടിലെ മൂത്ത മകൻ എന്ന അധികാരത്തോടു കൂടിയല്ലടാ നീ അങ്ങോട്ട് വന്നത്. എന്നിട്ട് എന്തിനാടാ അവിടെയും വന്ന് നീ നിന്റെ തനി സ്വഭാവം കാണിച്ചത്? എന്നെ അതിനാരെങ്കിലും വിളിച്ചോ? ഇല്ലല്ലോ. അബിയുടെ കയ്യിൽ നിന്ന് കാശും വാങ്ങി മുങ്ങിയ ആളല്ലേ. അബിയുടെ മുന്നിൽ നിന്ന് വേർക്കണ്ടെന്ന് കരുതിയാ വിളിക്കാത്തത്. എന്നിട്ട് അതും ഇപ്പൊ കുറ്റമായോ? എന്താ വാ തുറന്ന് ഇതിന് ഉത്തരം പറയുന്നില്ലേ? ആ, എനിക്കറിയാം. എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കിയിരിക്കുകയാണല്ലോ നിങ്ങളെല്ലാരും. നോക്കിയോ, ഞാൻ കാണിച്ചു തരാം. പിന്നൊരു കാര്യം കൂടി, ഇനി ഈ വീട്ടിലെ ഒരു കാര്യവും പറഞ്ഞോണ്ട് അങ്ങോട്ട് ചെല്ലണ്ടെന്ന് വെല്ലിച്ചൻ പറഞ്ഞിട്ടുണ്ട്. ഭാമയുടെ നിശ്ചയത്തിനും കല്യാണത്തിനും അവരാരും വരത്തില്ലെന്നും പറഞ്ഞിട്ടുണ്ട്. അതിന് മാത്രം എന്ത് സംഭവിച്ചു? ഒരു അന്യ വീട്ടിൽ വെച്ച് വെല്ലിച്ചനെ വെല്ലുമയും ഭാവനെ കൊച്ചാക്കി സംസാരിച്ചത് അത് തന്നെയാ കാരണം. എനിക്കറിയാം, വെല്ലിച്ചനും വെല്ലുമയും ഒന്നിനും വരില്ല എന്ന് അറിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നീയാണെന്ന്. അറിയാമെങ്കിൽ പിന്നെ എന്തിനാ ഏട്ടൻ ചോദിച്ചത്? എന്നാ കേട്ടോ, അവരൊന്നും വന്നില്ലെന്നും പറഞ്ഞ് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഏട്ടന് നാണമില്ലല്ലോ അവരുടെ ഭാഗത്ത് തെറ്റ് കണ്ടിട്ടും ന്യായീകരിച്ച് സംസാരിക്കാനായിട്ട്. അവരെന്ത് തെറ്റ് ചെയ്തെന്നാ? ചെയ്തില്ലേ? ഒരു വീട്ടിൽ പോയാൽ ആദ്യം പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. അതെന്താണെന്ന് പോലും അറിയാത്തവരാ ഏട്ടൻ ഈ പൊക്കിക്കൊണ്ട് നടക്കുന്ന വല്യച്ഛനും വല്യമ്മയൊക്കെ. അവരവിടെ എന്ത് മര്യാദ കാണിച്ചു എന്നാ പറയുന്നത്? അവിടെ ചെന്നിരുന്ന ഉടനെ വീടിനെ കുറിച്ച് കുറ്റം പറഞ്ഞു. അതും കഴിഞ്ഞ് അങ്കിളിനോട് കൈക്കൂലിയൊക്കെ വാങ്ങാലോ എന്ന് സംസാരിച്ചു. എന്താ ഇതൊക്കെ നല്ലതാണെന്ന് ഏട്ടന് തോന്നുന്നുണ്ടോ? അവരൊക്കെ നല്ലവരായതുകൊണ്ട് ഇറങ്ങി പോവാൻ പറഞ്ഞില്ല. നീ ഒന്നും ഉണ്ടായിരിക്കും. ഇതൊക്കെ തെറ്റാണെങ്കിൽ മറുപടി വരണ്ട അവരാ, അല്ലാതെ ഇവളല്ല. അവരങ്ങനെ പറയില്ലെന്ന് നന്നായി അറിയാവുന്നത് കൊണ്ടാണല്ലോ വല്യച്ഛനും വല്യമ്മയും ഓരോന്നും പറഞ്ഞത്. ഈ സ്ഥാനത്ത് അവരായിരുന്നെങ്കിലോ? അമ്മേ, നിശ്ചയത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. വരാൻ മനസ്സുണ്ടെങ്കിൽ മാത്രം വന്നാ മതി, അല്ലാതെ ഇനി താങ്ങാനും തടുക്കിടാനൊന്നും പോണ്ട. അറിയാവടി, നീ ഇതേ പറയത്തുള്ളൂ. കാരണവരുടെ സ്ഥാനത്ത് വെല്ലിച്ചനും വെല്ലുമ ഇല്ലെങ്കിൽ ഇവക്ക് അവിടെ ആൾ വിളിക്കാൻ പറ്റത്തുള്ളൂ. അതിനുവേണ്ടിയല്ല നീ അവരെ ഒഴിവാക്കാനും നോക്കുന്നത്. അതെ, അത് തന്നെ ഉദ്ദേശം. വിതയ്ക്കാൻ അറിയാമെങ്കിലേ കൊയ്യാനും അറിയാം. ജോലിക്കാരെ വിളിക്കുമ്പോ മാത്രം അങ്ങോട്ട് വന്നാ മതി. അമ്മേ, കേട്ടല്ലോ, ഇതിവിടെ കൊണ്ടൊന്നും തീരത്തില്ല. നമ്മുടെ അച്ഛന്റെ ആത്മാവ് പോലും പൊറുക്കത്തില്ല. വെല്ലിച്ചനും വെല്ലുമ്പി ഇല്ലെങ്കിൽ പിന്നെ അതിൽപ്പെട്ട ഒരു ബന്ധുക്കളെയും അമ്മ ഇനി പ്രതീക്ഷിക്കണ്ട. അമ്മയുടെ മോൻ പോലും വരില്ല, നോക്കിയോ. അവർക്കറിയാം എത്ര വിഷമിച്ചാലും ക്ഷമ പറയാനും കാല് പിടിക്കാനും അമ്മയും ഏട്ടനെയും കിട്ടുമെന്ന്. എന്നാ നീ കേട്ടോ, ഇനി വെല്ലിച്ചനും വെല്ലുമ്പ ഈ വീട്ടിലേക്ക് വരണമെങ്കിൽ നീ പോയി മാപ്പ് പറയണം. വേണ്ടി വന്നാ പോയി കാലും പിടിക്കണം. ഇപ്പൊ തന്നെ വരണോ? അല്ല, എനിക്ക് ലീവ് എടുക്കാൻ വേണ്ടിട്ടാ. മതി മതി, വേണ്ട. ഇവിടെ ഇപ്പൊ ആവശ്യം നമ്മുടേതാണ്. വല്യച്ഛനെയും വല്യമ്മയും മാറ്റി നിർത്തി നമുക്കൊരു കാര്യം നടത്തണ്ട. അച്ഛന്റെ ആത്മാവ് നമ്മളോട് പോർക്കില്ല. കേട്ടോ, നിനക്ക് മനസ്സിലായില്ലെങ്കിലും അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അത് തന്നെ അമ്മയുടെ പരാജയവും. ഉപകാരങ്ങളെക്കാൾ കൂടുതൽ ഉപദ്രവങ്ങളാണ് വല്യച്ഛനും വല്യമ്മയും ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും. അന്നേ മനസ്സിലാവും എന്റെ അമ്മയ്ക്കും ഏട്ടനും വല്യച്ഛനെ. ഇപ്പൊ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. പിന്നെ ഞാൻ വന്ന് കാല് പിടിച്ച് മാപ്പ് പറഞ്ഞിട്ടേ വരുള്ളൂ എന്ന് നിർബന്ധമാണെങ്കിൽ ഈ ജന്മത്തിലും അടുത്ത ജന്മത്തിലും അത് നടക്കില്ലെന്ന് പറഞ്ഞേക്കും. ഇനി ഇതേക്കുറിച്ചൊരു സംസാരം ഇവിടെ വേണ്ട. പിന്നെ ആരൊക്കെ വന്നാലും ഇല്ലെങ്കിലും പറഞ്ഞ ദിവസം പറഞ്ഞ സമയത്ത് തന്നെ ഭാമയുടെ കല്യാണം ഞാൻ നടത്തും. നടന്നിരിക്കും.
എന്താ ചേച്ചി? മോളല്ലേ പറഞ്ഞത് ശ്രീറാം ഡോക്ടർ ഇന്നലെ നേരത്തെ പോയെന്ന്? അതെ. പോയില്ലായിരുന്നു. ഞാൻ ഇന്ന് രാവിലെ ടോയ്ലറ്റ് തുറന്നപ്പോ ദേ അതിനകത്തുനിന്ന് ഇറങ്ങി വരുന്നു. അയ്യോ, അതെന്തു പറ്റി? ആരോ അറിയാതെ പുറത്തുനിന്ന് ലോക്ക് ചെയ്തു എന്നാ ഡോക്ടർ പറഞ്ഞത്. അയ്യോടാ, കഷ്ടമായി പോയി. എന്നോട് പറഞ്ഞത് ആരോടും ഈ കാര്യം പറയരുതെന്നാ. എന്നിട്ടിപ്പോ എന്നോട് ചേച്ചി പറഞ്ഞതോ? ഞാൻ എന്തുണ്ടെങ്കിലും ഭാവന മോളോട് പറയില്ലേ? ഒരു കണക്കിന് ഡോക്ടറിന് അത്യാവശ്യ. ഞങ്ങളൊന്നും ഇരിക്കാൻ പോലും അനുവദിക്കില്ല. അതൊക്കെ പറ, വെറുതെ ജോലി കളയണ്ട. അയ്യോ, ഞാനൊന്നിനും ഇല്ലേ. അപ്പൊ ഇതോ ഇവിടെ എഴുതിയാ മതിയോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഭാവന. ഗുഡ് മോർണിംഗ് ഒക്കെ പിന്നെ. നീ വേഗം ചെന്ന് ശ്രീറാം ഡോക്ടറെ കാണ്. എന്തിന്? രാവിലെ വന്ന നേരം മുതലേ ഭാവന വന്നില്ലേ ഭാവന വന്നില്ലേ എന്ന് ചോദിക്കുക. എന്താടി, ഇന്നലെ കാശ് തന്നില്ലേ? കാശ് തന്നു. പിന്നെ എന്തിനാ എത്ര അത്യാവശ്യപ്പെട്ട് നിന്നെ തിരക്കുന്നെ? അറിയില്ല. നീ എന്തായാലും പോയി ചോദിച്ചിട്ട് വാ. ഇന്ന് 2 ഡിസ്ചാർജ് ഉള്ളതാ. എന്നാ അത് കഴിഞ്ഞു പോവാം. ആദ്യം നീ അയാളെ പോയി കാണ്. വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ. ഇങ്ങനെ തിരക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാവും. ഞാൻ വന്നപ്പോഴേ അയാളെ ശ്രദ്ധിച്ചതാ. ആരോടും ഉള്ള ദേഷ്യത്തിന് എല്ലാവരോടും തട്ടിക്കയറുന്നത് കണ്ടു. എന്തായാലും നീ വേഗം പോയിട്ട് വാ. ഞാൻ വാർഡിലുണ്ടാവും. ശരിയാ. സർ, ഇതാര്? ഭാവന സിസ്റ്ററോ? ഞാൻ രാവിലെ മുതൽ വെയിറ്റിംഗില്ല. വരൂ വരൂ. സർ എന്തിനാ എന്നോട് വരാൻ പറഞ്ഞത്? അല്ല ഭാവന, ഇന്നലെ ഭാവന എപ്പോഴാ പോയത്? എനിക്ക് കാണാൻ പറ്റിയില്ല, അതാ ചോദിച്ചത്. ഇന്നലെ എനിക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ഞാൻ വിളിച്ചിട്ട് വന്നതാ. പക്ഷേ ഒടുവിൽ എനിക്കിട്ടൊരു പണിയും തന്നിട്ട് കടന്നു കളഞ്ഞു. അവൾ ആള് മിടിക്കുകയാണെന്ന വിചാരം. പക്ഷെ എന്ത് ചെയ്യാ, അവളുടെ സമയം തീരെ ശരിയല്ല. ഇന്നത്തോടുകൂടി അവൾ ഈ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്താണ്. എന്തിനാണെന്നറിയോ? മോഷണ കുറ്റത്തിന്. നീ എന്താ എന്നെ കുറിച്ച് കരുതിയത്? ഞാനൊരു വിഡ്ഢിയാണെന്നോ? ഈ ശ്രീരാമനോട് കളിച്ചിട്ടുള്ളവരാരും പിന്നെ നേരെ ചൊവ്വ ജീവിച്ചിട്ടില്ല. നീ കണ്ടോ, ഇന്നു മുതൽ നിന്റെ തലവര മാറാൻ പോവാ. നിന്റെ നന്മ മരം ചമയലും ധിക്കാരും ഒക്കെ ഇന്നത്തോടെ ഞാൻ അവസാനിപ്പിക്കും. എന്തുമാത്രം ധൈര്യം ഉണ്ടായിട്ടാ ഈ ഹോസ്പിറ്റലിലെ ചീഫ് ഡോക്ടറായ എന്നെ ഇന്നലെ രാത്രി ഇവിടത്തെ ടോയ്ലറ്റിൽ പൂട്ടിയിട്ടത്. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരു പെണ്ണ് എന്നോടിങ്ങനെ ചെയ്യുന്നത്. അതിനുള്ള ശിക്ഷ നീ അനുഭവിച്ച് തീരും.
ഒരു രാത്രി മുഴുവൻ ഞാൻ അനുഭവിച്ച ടെൻഷൻ ഉണ്ടല്ലോ, അതിന് നിന്നെ കൊണ്ടനെ ഞാൻ മറുപടി പറയിപ്പിക്കും. ഇതിന് നിന്നോട് പകരം വീട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണെന്ന് പറഞ്ഞു നടക്കുന്നത്? സത്യസന്ധതയും കൃത്യനിഷ്ഠതയും കൊണ്ട് നീ നേടിയെടുത്ത പേരും പെരുമയൊക്കെ ഇന്നത്തോടെ ഞാൻ അവസാനിപ്പിക്കും. അതിനുള്ള കരുക്കളൊക്കെ ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. നേരായ മാർഗത്തിലൂടെ നിന്റെ സൽപ്പേരിന് കളങ്കം ചാർത്താൻ പറ്റില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ശക്തമായ തെളിവുകളും കള്ളസാക്ഷികളും കൊണ്ട് നിന്റെ ജീവിതം തന്നെ ഞാൻ ഇല്ലാതാക്കും. ധീരവനിതയ്ക്കുള്ള പുരസ്കാരം കിട്ടിയതിന് നിന്നെ വാഴ്ത്തിയ അതേ ചാനലുകൾ തന്നെ നിന്നെ ഒരു പെരുങ്കള്ളിയായിട്ട് വാഴ്ത്തുന്നത് നീ ഇന്ന് കാണും. ഇനി ഞാൻ പറയുന്നു, നീ കേട്ടോ. ഓവർ ടൈമിന്റെ മറവിൽ ഈ ഹോസ്പിറ്റലിന്റെ ഫാർമസിയിൽ നിന്നും മാസങ്ങളായി വില കൂടിയ പല മെഡിസിൻസും മോഷ്ടിച്ച് മറ്റു മെഡിക്കൽ ഷോപ്പുകളിൽ വിറ്റിരുന്ന ഭാവന എന്ന നഴ്സിനെ ചീഫ് ഡോക്ടറായ ശ്രീറാം കൈയോടെ പിടിച്ചു. ഇതായിരിക്കും പ്രധാന ചാനലുകളിലെ ഹോട്ട് ന്യൂസ്. ഇനി റോബറിക്ക് പിന്നിൽ ആരും കാണാത്ത ഒരു സത്യമുണ്ട്. യഥാർത്ഥ മോഷ്ടാവും സാക്ഷിയും ഒരാള് തന്നെ. അതായത് ഈ ശ്രീറാം. അതെ ഭാവന, ഈ പറഞ്ഞതെല്ലാം ഇപ്പൊ എന്റെ കസ്റ്റഡിയിലുണ്ട്. അതിനി പല പല മെഡിക്കൽ സ്റ്റോറുകളിൽ ഇപ്പൊ തന്നെ എത്തിയിട്ടുണ്ടാവും. നിന്നെ പിടിക്കുമ്പോ പോലീസിന് തൊണ്ടി മുതൽ വേണമല്ലോ. പിന്നെ ഇതിനൊക്കെ സാക്ഷിയായി നീ കൈക്കൂലി കൊടുത്തു നിർത്തിയ ഒരാളും കൂടി ഉണ്ട്. വിളിക്കട്ടെ? ആ, ക്യാബിനിലേക്ക് വരും.